മക്കളെ, ഈ വർഷത്തെ എയിംസിന്റെ BSc നഴ്സിംഗിന്റെയും അലൈഡ് കോഴ്സസിന്റെയും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ റിസൾട്ട് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു. ഇപ്പൊ അതിന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് എയിംസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സ് 2026. അപ്പൊ അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോയ്സ് ഫില്ലിംഗ് ആണ് ഇനി ചെയ്യേണ്ടത്. അപ്പൊ ചോയ്സ് ഫില്ലിങ്ങിന്റെ സമയം, അതായത് എല്ലാ റൗണ്ടുകളും എന്ന് പറഞ്ഞാൽ റൗണ്ട് 1 ആൻഡ് റൗണ്ട് 2, ഈ 2 റൗണ്ടുകൾക്കും ഉള്ള ഒറ്റ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഒറ്റ രജിസ്ട്രേഷൻ, ഒറ്റ ചോയ്സ് ഫില്ലിംഗ് ആണ്. നിങ്ങൾ റൗണ്ട് 1 എന്ത് ചോയ്സ് കൊടുക്കുന്നോ അത് തന്നെയാണ് റൗണ്ട് 2 പരിഗണിക്കുക. റൗണ്ട് 1 സെപ്പറേറ്റ് ചോയ്സ് ഫില്ലിങ്ങും റൗണ്ട് 2 സെപ്പറേറ്റ് ചോയ്സ് ഫില്ലിങ്ങും ഇല്ല. റൗണ്ട് 1 കൊടുക്കുന്നതേ റൗണ്ട് 2 പരിഗണിക്കും. അപ്പൊ അത് ജൂലൈ 31 തുടങ്ങി ഓഗസ്റ്റ് 6 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. സമയം നോക്കുക, ഓഗസ്റ്റ് 6 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം, ഈ 2 റൗണ്ടുകൾക്കും ചേർത്ത്. ഇനി സെപ്പറേറ്റ് ഞാൻ പറഞ്ഞു, നോ ചോയ്സ് ഫില്ലിംഗ് ഫോർ റൗണ്ട് 2. റൗണ്ട് 2 ചോയ്സ് ഫില്ലിംഗ് ഇല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് റോളില്ല. നമ്മൾ ഓൾറെഡി കൊടുത്ത ഓപ്ഷൻസ് വെച്ച് റൗണ്ട് 2 അവർ അലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കിട്ടിയാൽ പോകും എന്ന് ഉറപ്പുള്ള എല്ലാ കോളേജ് അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാ കോഴ്സുകളും, എയിംസിന്റെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഏത് കോഴ്സ് ആയാലും, ഈ അലൈഡ് കോഴ്സൊക്കെ ആകുമ്പോൾ ഒന്നിലധികം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് അതുപോലെ വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് റൗണ്ട് 1 തന്നെ കൊടുക്കണം. അത് തന്നെ റൗണ്ട് 2 പരിഗണിക്കും. ഇനി അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. eimsexams.ac.in സൈറ്റ് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. eimsexams.ac.in എന്നുള്ള സൈറ്റിൽ കയറുക. അതിൽ നിങ്ങളുടെ ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ മൈ പേജ്, അതായത് ഹോം പേജിൽ വരുന്നു. ഓൾറെഡി റാങ്ക് ലിസ്റ്റ് വന്ന എലിജിബിൾ ആയിരിക്കുന്ന കുട്ടികൾക്ക് ഈ മൈ പേജിൽ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എയിംസിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് മൈ പേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ, അതായത് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ളത് കാണുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എലിജിബിൾ ആണ് എന്നാണ്. ഓക്കെ, അങ്ങനെ എലിജിബിൾ കാൻഡിഡേറ്റിനുള്ള ലിങ്ക് അവിടെ ആ ഹോം പേജിൽ, അതായത് മൈ പേജിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുക. ചോയ്സ് ഫില്ല് ചെയ്ത് സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതോടെ നിങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ കോഴ്സുകളും എല്ലാ കോളേജുകളും ചോയ്സിൽ കൊടുത്ത് കൺഫേം ചെയ്ത് സേവ് ചെയ്ത് വിട്ടു കഴിഞ്ഞു. ഇനി എന്താണ്? അലോട്ട്മെന്റ് വരണം. 6 വരെയുള്ള ചോയ്സ് വെച്ചിട്ടാണ് അലോട്ട്മെന്റ് വരിക. അലോട്ട്മെന്റ് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ഇടാം. നിലവിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക, അലോട്ട്മെന്റ് കിട്ടിയ അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ക്യാൻ ഓപ്റ്റ്. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അക്സെപ്റ്റ് ആൻഡ് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോളോവിംഗ് റൗണ്ട്. നിങ്ങൾക്ക് ആദ്യ റൗണ്ടിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ 1 ചൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അക്സെപ്റ്റ് ആൻഡ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ്. അതായത് നിങ്ങൾ ഒന്നാമത്തെ റൗണ്ടിൽ കിട്ടിയ സീറ്റ് എടുത്തു, അടുത്ത റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കേണ്ട. ഇത് ഒരു ഓപ്ഷനാണ്. 2, ഓപ്ഷൻ 2 എന്താണ്? അക്സെപ്റ്റ് ആൻഡ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റൗണ്ട് 2. റൗണ്ട് 1 സീറ്റ് കിട്ടി, നിങ്ങൾ എടുത്തു. റൗണ്ട് 2 വില്ലിംഗ്നെസ് കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റൗണ്ട് 1 സീറ്റ് അവിടെ ഉണ്ട്. റൗണ്ട് 2 നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടും, റൗണ്ട് 1 പോകും. ഓക്കെ, അപ്പൊ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റൗണ്ട് 1 അങ്ങനെയല്ല, അപ്ഗ്രേഡേഷൻ ഇല്ല, കിട്ടിയ സീറ്റ് മതി എന്ന് തീരുമാനിക്കുകയാണ്. അലോട്ട് ചെയ്ത കുട്ടികൾക്ക് ഈ 2 ഓപ്ഷനിൽ ഒന്ന് സെലക്ട് ചെയ്യാം. എപ്പോ? റിസൾട്ട് വന്നതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഈ ചോയ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇതിന്റെ അലോട്ട്മെന്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ, ഓപ്ഷൻ 1 കിട്ടിയ കുട്ടികൾ കോളേജിൽ പോവേണ്ടതുണ്ടോ, 2 കിട്ടിയ കുട്ടികൾ കോളേജിൽ പോവേണ്ടതുണ്ടോ, ഇതൊക്കെ നമ്മൾ പിന്നീട് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന്റെ അപ്ഡേറ്റ് ഉണ്ടാവും അതിൽ. അപ്പോൾ ഞാനത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ നിലവിൽ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുക. അത്യാവശ്യം ചെയ്യേണ്ടത് എലിജിബിൾ കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ ഓഗസ്റ്റ് 6 മുമ്പ് നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ്, ഓഗസ്റ്റ് 6 വൈകിട്ട് 5 മണിക്ക് മുമ്പ് നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക റിസൾട്ട് വരുന്നത് വരെ. ക്ലിയർ ആയി? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റ് വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾ എയിംസ് എക്സാംസ്, അതായത് എയിംസിന്റെ BSc നഴ്സിംഗോ അല്ലെങ്കിൽ അലൈഡ് കോഴ്സോ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ഇത് നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കാം. ഓക്കെ, ബാക്കി അപ്ഡേറ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.